ഇപ്പോൾ അങ്കോളയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, 6ാം ദിനത്തിലാണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ കണക്ക് പറഞ്ഞാൽ 3ാം ദിവസം. ഇപ്പോൾ രാവിലെ ഈ അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞതുപോലെ കേരളത്തിലായിരുന്നുവെങ്കിൽ എപ്പോഴേ അർജുനെ രക്ഷിച്ചെടുക്കാമായിരുന്നു. എന്തൊരു അലംഭാവം, എന്തൊരു പരാജയം ഒരു സർക്കാർ എന്ന് ഒരിക്കൽ കൂടി പറയേണ്ടി വരുന്ന സാഹചര്യം. എന്താണ് ഇപ്പോൾ അങ്കോളയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നിലവിൽ മണ്ണെടുക്കൽ പ്രക്രിയ എവിടെ വരെ എത്തി? നിലവിൽ നേരത്തെ പറയുന്നത് പോലെ കൃത്യമായ സ്ഥലം, ലോറിയും അർജുൻ ലോറി ഉൾപ്പെട്ട സ്ഥലം കൃത്യമായി കണ്ടെത്തിക്കഴിഞ്ഞു. ആ സ്ഥലത്തുള്ള മണ്ണെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. ഒപ്പം തന്നെ സൈന്യം ഉടൻ എത്തുമെന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. 60 അംഗ സൈന്യം അവിടേക്ക് എത്തുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. സൈന്യം എപ്പോഴാണ് എത്തുക? നിലവിൽ മണ്ണെടുപ്പിൻ്റെ രീതി എങ്ങനെയാണ്? ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതുപോലെ ഏതെങ്കിലും മൊബൈൽ ഫോണിൻ്റെ റിങ് ചെയ്യുന്ന ശബ്ദം, വണ്ടി ഓണാക്കിയതിൻ്റെ എന്തെങ്കിലും സന്ദേശങ്ങൾ, എങ്ങനെ എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ള എന്തെങ്കിലും അവിടെ നിന്ന് നമുക്ക് പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ടോ സിജു? നിലവിൽ ഇന്ന് രാവിലെ ലഭിച്ചതിൽ കൂടുതൽ അപ്ഡേറ്റ് ഇല്ല. കാരണം കഴിഞ്ഞ ദിവസം റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ വാഹനമുണ്ടെന്ന് സംശയിക്കുന്ന ഒരു ഭാഗം കണ്ടെത്തിയിരുന്നു. 70% മെറ്റൽ കണ്ടന്റ് ഉള്ള ഒരു സിഗ്നലാണ് റഡാർ പരിശോധനയിൽ 2ാം ഘട്ട പരിശോധനയിൽ ലഭിച്ചത്. ആ സ്ഥലം ഇപ്പോൾ ഒരു മാപ്പ് രൂപത്തിൽ, ആ ഒരു വൃത്താകൃതിയിൽ അവിടെ മാർക്ക് ചെയ്തതിനു ശേഷം, അടയാളപ്പെടുത്തിയതിനു ശേഷം ആ ഭാഗത്തേക്ക് മണ്ണ് നീക്കം ചെയ്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ മണ്ണ് നീക്കം ചെയ്ത് അങ്ങോട്ട് എത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലാണുള്ളത്. കഴിഞ്ഞ ദിവസം ഈ റഡാർ പരിശോധനയിൽ വ്യക്തമായത് 9 അടി ആഴത്തിൽ ഒരു സിഗ്നൽ ലഭിച്ചു എന്നുള്ളതാണ്. അവിടെയാണെങ്കിൽ 6-7 മീറ്റർ ഇപ്പോൾ എത്ര ഉയരത്തിലുള്ള മണ്ണ് മാറ്റിയിട്ടുണ്ട്? നിലവിൽ 6 മീറ്റർ ഉയരത്തിൽ മണ്ണ് ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ കണക്ക്. എത്ര ഉയരത്തിലുള്ള മണ്ണ് നീക്കിയിട്ടുണ്ടാകും ഇപ്പോൾ? സിജു, നിലവിൽ 6-7 മീറ്റർ ഉയരത്തിൽ തന്നെ മണ്ണ് നിലവിലുണ്ട്. പക്ഷേ ഒരു വശത്ത് നിന്ന് നീക്കി വരികയാണ്. ഇപ്പോൾ ഈ അടയാളപ്പെടുത്തിയ ഭാഗത്തിന് അടുത്തേക്ക് ഏതാണ്ട് എത്തിയിട്ടുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയൂ. പൂർണ്ണമായും അവിടെ എത്തി എന്ന് പറയാനായിട്ടില്ല. നേരത്തെ ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ കൃത്യമായി കാണിച്ചതാണ്. ആ ഭാഗത്ത് 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ മണ്ണ് നീക്കം ചെയ്ത് അവിടെ എത്തിയാൽ ഈ ലഭിച്ച സിഗ്നൽ ലോറിയുടേത് തന്നെയാണോ എന്ന് പൂർണ്ണമായും ഉറപ്പിക്കാൻ കഴിയൂ. കാരണം ഈ ചെളി കലർന്ന മണ്ണ് വളരെ കുഴഞ്ഞു കിടക്കുന്ന മണ്ണായതുകൊണ്ട് തന്നെ റഡാർ സംവിധാനത്തിൽ പരിശോധന നടത്തുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. കൃത്യമായി ഇന്നലെ ഈ രക്ഷാപ്രവർത്തനത്തിൽ വൈദഗ്ധ്യമുള്ള രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞത് 70% സാധ്യത ഈ ലോറി നദിയിലേക്ക്, പുഴയിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ കണ്ടെത്തിയ സ്ഥലത്ത്, റഡാർ കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ ലോറി ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് രഞ്ജിത്ത് ഇസ്രായേൽ പങ്കുവെക്കുകയും ചെയ്തത്. ഈ രഞ്ജിത്ത് ഇസ്രായേൽ ഇപ്പോൾ എവിടെയാണ്? രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെ ഉണ്ടോ രഞ്ജിത്ത് ഇസ്രായേൽ? രഞ്ജിത്ത് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെയുണ്ട്. രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം 3 മണിക്ക് ശേഷമാണ് ഇവിടെ ഈ പരിശോധനയുടെ ഭാഗമായത്. ആദ്യഘട്ടത്തിൽ ഇവരെ അകത്ത് പ്രവേശിപ്പിക്കുന്നതിനുൾപ്പെടെ മടിയുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും അവരുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നടക്കുന്നു എന്ന് വേണം പറയാൻ. കാർവാറിലെ MLA ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ കേരളത്തിൽ നിന്നെത്തിയ ആളുകളുടെ നേതൃത്വത്തിൽ അവർ നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പരിശോധന പോകുന്നത്. അവരാണ് പൂർണ്ണമായും ഇതിന് നേതൃത്വം നൽകുന്നത്. ഈ അടയാളപ്പെടുത്തിയ സ്ഥലത്തേക്ക് ഈ മണ്ണ് മാന്തി വിവരങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നത് ഇവരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പൂർണ്ണമായും അവരുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ആദ്യഘട്ടത്തിൽ ഇവരെ മാറ്റി നിർത്തിയെങ്കിലും പിന്നീട് ഇവരെ പൂർണ്ണമായും ആശ്രയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. കേരളത്തിൽ നിന്ന് ലോറി ഡ്രൈവർമാർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഇവിടെ എത്തിയതാണ് രഞ്ജിത്ത് ഇസ്രായേലിയും അതോടൊപ്പം തന്നെ അയാൾക്കൊപ്പമുള്ള സംഘവും. എന്തായാലും അവർ ഇപ്പോൾ പറയുന്നതിനനുസരിച്ചാണ്, നമുക്ക് ഒരുപക്ഷെ അഭിമാനിക്കാമെന്ന് തന്നെ പറയാം, കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെയാണ് സിജു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിജു ഇപ്പോൾ പങ്കുവച്ചത്. ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് കേരളത്തിൽ നിന്ന് എത്തിയവരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ആദ്യം 3 ദിവസം 4 ദിവസം കർണാടക സർക്കാർ ഒന്നും ചെയ്തില്ല. റോഡിലെ മണ്ണ് നീക്കുക എന്ന പ്രവൃത്തി മാത്രമാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അർജുനെ കൂടാതെ മറ്റ് 2 പേർ കൂടി മണ്ണിൽ അടിയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ, അത് പക്ഷേ ഔദ്യോഗികമാണോ എന്നറിയില്ല, അങ്ങനെയുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്.